ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിനെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി. നമ്മളെ ജീവിതത്തിലെ വളരെ മഹത്തരമായിട്ടുള്ള ഒരു വാക്കാണ് നന്ദി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ എന്നെ സഹായിച്ചിട്ടുള്ള ഒരു ഘടകമാണ് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. അപ്പോൾ എന്നും രാത്രി കിടക്കാൻ നേരം ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതിയിട്ടാണ് കിടക്കാറുള്ളത്. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഓരോ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറയുകയാണ്. അപ്പോൾ മനുഷ്യന്മാരുടെ ഒരു കുഴപ്പമാണ്, നമുക്ക് ഇല്ലാത്തതിനെ ആലോചിച്ച് എപ്പോഴും ഇങ്ങനെ സഹതപിച്ചുകൊണ്ടിരിക്കുക അല്ലെ പരിതപിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കതില്ല ഇതില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിഷമിക്കുക. പക്ഷേ നമ്മൾ ഒരിക്കലും നമുക്കുള്ള കാര്യങ്ങളെ ഓർക്കാറേ ഇല്ല. പക്ഷേ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന സമയത്ത് നമുക്കുള്ള ഓരോ കാര്യത്തെയും നമ്മൾ ഓർത്തോർത്ത് നന്ദി പറയും. അങ്ങനെയാണ് ഇത് എഴുതുക. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു നല്ലൊരു ദിവസം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ എഴുതാറ്. അതേപോലെ എൻ്റെ ഈ ലോകത്ത് എനിക്ക് ജന്മം തന്ന എൻ്റെ അച്ഛനും അമ്മയ്ക്കും നന്ദി പറയാറുണ്ട്. സുഭാഷ് ഏട്ടൻ്റെ ഭാര്യയാവാൻ കഴിഞ്ഞതിനും, എനിക്കൊരു നല്ല മോനെ പ്രസവിക്കാൻ കഴിഞ്ഞതിനും, എനിക്ക് വീണ്ടും പഠിക്കാൻ കഴിഞ്ഞതിനും, എനിക്കൊരു നല്ല ജോലി തന്നതിനും, അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും പൂർണ്ണ ആരോഗ്യം തന്നതിനും, നന്നായുള്ള ഉറക്കത്തിനും, നല്ല നല്ല ഭക്ഷണം കിട്ടുന്നതിനും, അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും എന്നും നമ്മൾ പുറത്ത് പോയി നന്നായിട്ട് തിരിച്ച് വരാൻ കഴിയുന്നതിനും ഓരോ കാര്യങ്ങൾക്കും നന്ദി പറയാം. അതേപോലെ തന്നെ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾക്കും നന്ദി പറയാം. നമുക്ക് ഇല്ലാത്തതിന് നമുക്ക് കിട്ടിയതായിട്ടും നന്ദിയോടെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഉള്ളതാണ് നമ്മൾ ഓരോ ദിവസങ്ങളിലും നമുക്ക് നടന്നിട്ടുള്ള നമ്മളെ ജീവിതത്തിൽ ഒരു ദിവസം ഇപ്പോൾ രാത്രി കിടക്കാൻ നേരം ഇന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു അതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് എഴുതാം. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. ഇങ്ങനെ എഴുതുന്നപ്പോൾ നമുക്ക് വലിയൊരു പവർ തന്നെയാണ് നമ്മളിങ്ങനെ എഴുതുന്നതിലെ കൂടി ഉണ്ടാവുന്നത്. നമ്മളെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഞാനിത് അനുഭവിച്ചറിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എൻ്റെ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ളൊരു പുസ്തകമാണ് എൻ്റെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. നമുക്ക് പഴയ ഡയറിയോ നോട്ട് പുസ്തകമോ എന്ത് വേണമെങ്കിലും എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാനൊരു നല്ല ഭംഗിയുള്ള ഒരു പുസ്തകം വാങ്ങാറാണ് എല്ലാ വർഷവും. അപ്പം ഇതുപോലെ എഴുതാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.